നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീനെ കരിങ്കൊടി കാണിക്കാനെത്തിയ 3 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. മണലൂരിൽ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് മരിച്ച വിഷ്ണുവിന്റെ വീട് മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. കയ്പമംഗലം 5-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം 2026 സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീനെ കരിങ്കൊടി കാണിക്കാനെത്തിയ 3 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, KSU അസംബ്ലി പ്രസിഡന്റ് അക്ഷയ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി റോഷി ഓടാട്ട് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം ബോയ്സ് സ്കൂളിലെ ആദരവ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു MLA. മണലൂരിൽ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് മരിച്ച വിഷ്ണുവിന്റെ വീട് മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. പരമാവധി സർക്കാർ ധനസഹായം വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് അനുവദിച്ചു തരുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിഷ്ണുവിന്റെ അമ്മയുടെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകാമെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് NV അരുൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ, കോൺഗ്രസ് നേതാക്കളായ PD ജോൺസൺ, ടോണി അത്താണിക്കൽ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കയ്പമംഗലം 5-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം 2026 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അക്ഷരോന്നതി പദ്ധതിക്കായി നടത്തിയ പുസ്തകങ്ങളുടെ ഏറ്റുവാങ്ങലും നടത്തി. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി, ശ്രീജിത്ത്, ലുബ്ന, ജിനൂബ്, സന്ധ്യ രവീന്ദ്രൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, KV കുഞ്ഞിമുഹമ്മദ്, KV അബ്ദുൽ മജീദ്, രാമകൃഷ്ണൻ PL, പോൾസൺ, വസന്തകുമാർ, കരിമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പറമ്പിൽ ബാബുവും കുടുംബവും മകൻ കെവിൻ രാജിന്റെ അനുസ്മരണാർത്ഥം അക്ഷരോന്നതി പദ്ധതിക്കായി നൽകിയ പുസ്തകങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ ഏറ്റുവാങ്ങി. അത് ചെയ്തപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് അംഗൻവാടി ടീച്ചർമാരുണ്ട്, നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുണ്ട്, CDS ഉണ്ട്, ആശാ വർക്കർമാര് എല്ലാവരും. എന്തായാലും ഈ ചടങ്ങ് നല്ല ഗംഭീരമാക്കാൻ പ്രയത്നിച്ച വികസന സമിതിയോട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മക്കളെ പഠിക്കുമ്പോൾ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനിയാണ് മക്കളെ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ആ ജീവിതത്തിനനുസരിച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മൾ പോകുന്ന നല്ല രീതിയിലുള്ള നമ്മൾ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട്, നമ്മളെ കൂട്ടുകാരാവുണ്ട്, ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അത്തരത്തിലൊന്നും നല്ല മക്കള്. ലോകകപ്പ് ആവേശത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ.
ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആവേശകടലായി മാറിയിരിക്കുകയാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അൺഎയ്ഡഡ് വിഭാഗം. തങ്ങളുടെ ഇഷ്ട ടീമുകളെയും താരങ്ങളെയും ജേഴ്സികൾ അണിഞ്ഞ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് നടത്തിയ വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. തോരാതെ പെയ്ത മഴയെ പോലും അവഗണിച്ച് നാസിക് ഡോളിന്റെ ചടുല താളങ്ങൾക്കൊത്ത് വിദ്യാർത്ഥികൾ നൃത്തം ചവിട്ടിയപ്പോൾ സ്കൂൾ പരിസരം മുഴുവൻ ആവേശം നിറഞ്ഞു. ഫുട്ബോൾ പ്രേമത്തിന്റെ അതുല്യ കാഴ്ചകളാണ് സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറിയത്. വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വീശിയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും വിദ്യാർത്ഥികൾ ലോകകപ്പ് ആഘോഷത്തിന്റെ ഭാഗമായപ്പോൾ അധ്യാപകരും ആവേശത്തോടെ പങ്കുചേർന്നു. ലോകകപ്പിനെ വരവേൽക്കുന്നതിനായി സ്കൂൾ അങ്കണം മുഴുവൻ വർണ്ണപ്പകിട്ടാർന്ന കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വിവിധ ടീമുകളുടെയും സൂപ്പർ താരങ്ങളുടെയും കൂറ്റൻ ഫ്ലക്സുകൾ സ്ഥാപിച്ചും പതാകകൾ കയ്യിലേന്തിയും ഫുട്ബോൾ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഓരോ ക്ലാസ് മുറികളും ഫുട്ബോൾ പ്രമേയത്തിലുള്ള അലങ്കാരങ്ങൾ ശ്രദ്ധേയമായി. കായിക മത്സരങ്ങൾ വിദ്യാർത്ഥികളിൽ ഐക്യവും കായിക മനോഭാവവും വളർത്തുന്നതിന്റെ ഭാഗമായാണ് ലോകകപ്പ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരോടൊപ്പം ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഫുട്ബോൾ ആവേശം ഹൃദയത്തിലേറ്റി ലോകകപ്പിനെ വരവേൽക്കുകയാണ്. മഴയും കാലാവസ്ഥാ പ്രതികൂലതകളും വകവയ്ക്കാതെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ആവേശം പരിപാടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. കോഴിക്കോട് എയർപോർട്ട് SI സാൻഡോ തട്ടിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VV സുവീഷ്, പ്രിൻസിപ്പൽ VB സജിത് തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് 2 ഗോളുകളാണ് അടിക്കേണ്ടത്. ഒരെണ്ണം ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത് അടിച്ച ഗോള് 10 കളിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് പീറ്റർ ഷിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു ഗോൾ കീപ്പറെ കാണിയായി നിർത്തിക്കൊണ്ട് അദ്ദേഹം അടിച്ച ഗോൾ തന്നെയാണ് എന്നെപ്പോലെയുള്ളവരെ ഈ ഫുട്ബോൾ കളിയിലേക്ക് ആവേശമുണ്ടാക്കിയിട്ടുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. പലരും പല ടീമാണ്. ഇവിടുന്ന് ഞാൻ ഇവിടെ തളിക്കുളത്ത് ബ്രസീലിന്റെ കുറെ ആരാധകർ. ബ്രസീൽ തളർന്നിട്ടില്ല, എല്ലാവർക്കും അറിയാം. ഒരു പട്ടിണി രാജ്യം, ഇന്നും ഫുട്ബോളിൽ അവർ രാജാക്കന്മാർ തന്നെയാണ്. പക്ഷെ എൻ്റെ മകൻ എന്ന് പറഞ്ഞത്, അവൻ പറഞ്ഞ് സ്പെയിൻ ജയിക്കുന്നതാണ് പറഞ്ഞത്. അവന് 18 വയസ്സുകാരുണ്ട്. അവന്റെ പ്രായ ലാമിൻ യമാൽ അവരെ പോലുള്ള ചെറുപ്പക്കാരുള്ള സ്പെയിൻ ജയിക്കുമെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നും മോശക്കാരനല്ല കേട്ടോ. 43 വയസ്സായെങ്കിലും ഇന്നും നിർത്താൻ പോവാണ്. എന്നോട് വേറെ കുട്ടി ചോദിച്ചു, ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ നമ്മുടെ മെസ്സിയും തമ്മിലുള്ള വ്യത്യാസം അത് പറഞ്ഞ് ഞാൻ നിർത്താം. അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. 2 വ്യത്യാസമേ ഉള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു എന്താ പറയുക, പവർഫുൾ ഷൂട്ടറാണ്. 7 അടി ഉയരത്തിൽ ഗോൾ അടിക്കാനുള്ള അപാരമായ കഴിവ്, വലതുകാല് കൊണ്ട് അപാരമായ ഷോട്ട്. പക്ഷേ മെസ്സി എന്ന് പറയുന്നത് ഇടതുകാല് കൊണ്ട് മെസ്സിക്ക് ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാട്ടുന്ന ആളാണ്. കനത്ത വിഷനാണ്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിൽ ചിലർ ഓഫീസിൽ വെച്ച് മദ്യപിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് അന്വേഷണം നടത്തി. ഫിഷറീസ് വകുപ്പ് താൽക്കാലികമായി നിർമ്മിച്ച ഓഫീസിലെ 5ലധികം ഗാർഡർമാർക്കെതിരെയും ചില സ്ക്വാഡുമാരെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അതേസമയം ഇത് മാസങ്ങൾക്ക് മുമ്പുള്ളതാണെന്നും ഓഫീസിലെ ചില ജീവനക്കാർ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചതെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ അഴീക്കോടെത്തി ജീവനക്കാരിൽ നിന്നും തെളിവെടുപ്പ് നടത്തി. ആരോപണ വിധേയരായവരെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് മുനക്കൽ സെന്ററിലെ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. 2 ദിവസത്തിനകം ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. 1.85 ഗ്രാം ഹാഷിഷ് ഓയിലും OCB പേപ്പറുകളുമായി തൃശൂർ വടൂക്കര സ്വദേശിയായ വെട്ടിയാട്ടിൽ വീട്ടിൽ അശ്വിനെ നെടുപുഴ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിൽ പ്രതിയുടെ വടൂക്കരയിലെ വീട്ടിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനായി എത്തിച്ച മയക്കുമരുന്നുകൾ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ A. കിരൺ, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഓപ്പറേഷൻ കാപ്പ ചെമ്മാപ്പള്ളി സ്വദേശിയെ നാടുകടത്തി. നാട്ടിക ചെമ്മാപ്പള്ളി സ്വദേശി വെള്ളാഞ്ചേരി വീട്ടിൽ നിതിനെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG നാരായണൻ TA ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിതിന്റെ പേരിൽ വലപ്പാട്, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകൾ, ലഹരിക്കടിമപ്പെട്ട് മനുഷ്യ ജീവനപകടം വരുത്തത്തക്ക വിധം വാഹനമോടിച്ച കേസ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസ്, മയക്കുമരുന്ന് ഉപയോഗിച്ച കേസ്, ആയുധ നിയമപ്രകാരമുള്ള 2 കേസ്, ലഹരിക്കടിമപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസ്, 4 അടിപിടി കേസുകൾ ഉൾപ്പെടെ 16 കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A. അനിൽകുമാർ, SI ഹരി, ASCPO സുബി എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും നേതൃത്വം നൽകി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി തളിക്കുളം സ്വദേശി പിടിയിൽ. തളിക്കുളം ഇടശ്ശേരി ബീച്ച് റോഡ് സ്വദേശി കറുത്തുപാറൻ വീട്ടിൽ ദിവാകരനെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 7:50 വാടാനപ്പള്ളി ഇടശ്ശേരി ജംഗ്ഷനിൽ വെച്ചാണ് പ്രതിയെ പോലീസ് സംഘം പിടികൂടിയത്. കുട്ടികൾക്കും യുവാക്കൾക്കുമായി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാൾ 8 കേസുകളിൽ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI മാരായ സുരേഷ് കുമാർ, K. ഗോകുൽ, GSI രഘുനാഥൻ, CPO അഖിൽ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ലോകകപ്പിന്റെ ആവേശം തലയിലേറ്റി അരിപ്പലം സ്വദേശി മണി. ബ്രസീലിന്റെ കടുത്ത ആരാധകനായ മണി തലയിൽ ടീമിന്റെ പേരും പതാകയുടെ നിറവും ഡിസൈൻ ചെയ്താണ് ആരാധന പ്രകടമാക്കിയത്. അരിപ്പാലത്ത് CIT യൂണിയൻ അംഗമാണ് മണി. പോർക്കുളത്ത് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊന്നം സെന്ററിൽ കട നടത്തുന്ന ഉപ്പുങ്ങൽ ഗണേശൻ പച്ചക്കറി എടുക്കാൻ കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പോർക്കുളം പോസ്റ്റ് ഓഫീസ് വാർഡിലെ കരുവാൻപടി കള്ളുഷാപ്പിന് സമീപം വെച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി ഗണേശൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണത്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഗണേശൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ സിന്ധു ബാലൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട പാൽവണ്ടി വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി. മണ്ണമ്പേട്ട ഷാപ്പുപടിയിൽ പുലർച്ചെയായിരുന്നു അപകടം. കല്ലറക്കൽ തോമസിന്റെ മതിലാണ് തകർന്നത്. ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വാടാനപ്പള്ളി തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് തകർന്നു. ദേശീയപാതയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ശിവാലയ കമ്പനി മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. കുടിവെള്ള പൈപ്പും ഒപ്റ്റിക്കൽ ഫൈബർ ലൈനും പൊട്ടിയിട്ടുണ്ട്. റോഡ് തകർന്നതോടെ വിദ്യാർത്ഥികളും വ്യാപാരികളും ഉൾപ്പെടെ വലയുകയാണ്. അധികൃതരുടെ നിസ്സംഗതയിൽ ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഖാദർ ചേലോട്, സുരേഷ് തച്ചപ്പള്ളി, RA സെയ്ദ് മുഹമ്മദ്, K. ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കുർക്കൻപാറ ചൈതന്യ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോത്ത് കിണറ്റിൽ വീണത്. കുർക്കൻപാറ സ്വദേശിയായ പോളിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് പോത്ത്. പറമ്പിൽ കെട്ടിയിട്ടിരുന്ന പോത്ത് കാലുവഴുതി ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ഉടമ പറഞ്ഞു. കുന്നംകുളം അഗ്നിരക്ഷാസേന സംഘം നാട്ടുകാരുടെ സഹായത്തോടെ
ലാഡറും റോപ്പും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിന് ഒടുവിലാണ് പോത്തിനെ കിണറ്റിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തത്. ചേലക്കര വെങ്ങാലന്നൂരിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വെങ്ങാലന്നൂർ സ്വദേശികളായ ഷംസു, ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. കരിങ്കൽ ക്വാറിയിലേക്ക് ലോഡ് കയറ്റാൻ പോയിരുന്ന ടോറസ് ലോറിയും എതിർദിശയിൽ നിന്നും ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാക്കളുടെ സ്കൂട്ടറും തമ്മിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. ടോറസ് ലോറി തെറ്റായ വശത്തിലേക്ക് കയറി വന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് MLA AC മൊയ്തീനെ കരിങ്കൊടി കാണിക്കാനെത്തിയ 3 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. മണലൂരിൽ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് മരിച്ച വിഷ്ണുവിന്റെ വീട് മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. കയ്പമംഗലം 5-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം 2026 സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശത്തിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ.